ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമമായ പൂപ്പാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പൂപ്പാറയിൽ നിന്ന് രാജകുമാരി, രാജാക്കാട്, കുഞ്ചിത്തണ്ണി, ആനച്ചാൽ, അടിമാലി വരെ പോകുന്ന, അടിമാലി വരെയല്ല, ആക്ച്വലി ബസ് ആലുവ വരെയാണ് പോകുന്നത്. കോതമംഗലം ആലുവ വരെയാണ് പോകുന്നത്. നമ്മളതിൽ അടിമാലി വരെയാണ് യാത്ര ചെയ്യുന്നത്. അടിമാലിക്ക് തന്നെയുള്ള സേനാപതി ബസ്സാണ് മുമ്പിൽ കിടക്കുന്നത്. അടിമാലിയിൽ നിന്ന് വരുന്ന മരിയ ബസ്സാണിത്. നമ്മളേതായാലും ബസ്സിനകത്ത് കയറി മുൻ സീറ്റ് തന്നെ കൈയടക്കിയിരിക്കുകയാണ്. കൃത്യം 10:05 ബസ് പൂപ്പാറയിൽ നിന്നും എടുക്കുന്നത്. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ തമിഴ്നാട്ടിലെ തേനിയാണ്. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ട് രാജാക്കാടും നേരെ മൂന്നാർ NH ഹൈവേയുമാണ്. നിറയെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു ചെറിയ പട്ടണമാണ് പൂപ്പാറ. തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കേരളത്തിലേക്കുള്ള ആദ്യ പട്ടണവും തിരിച്ച് അവസാന പട്ടണവുമാണ് പൂപ്പാറ. രണ്ടു വശത്തും നിറയെ തേയിലക്കാടുകളാണ്. തേയിലക്കാടുകൾക്ക് ഇടയിലുള്ള ബസ് യാത്ര അതിമനോഹരമാണ്. ഇവിടെ നിന്ന് മൂന്നാർ വഴിയും അടിമാലിയിലേക്ക് യാത്ര ചെയ്യാം. കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും അതിമനോഹരമായൊരു യാത്രാ അനുഭവം തന്നെയായിരിക്കും അത്. കോതമംഗലം ഡിപ്പോയുടെ വണ്ടിയാണിത്. കോതമംഗലത്ത് നിന്ന് രാവിലെ പുറപ്പെട്ട് 10:05 പൂപ്പാറിലെത്തി. ഏകദേശം 10 മണിയോടുകൂടി പൂപ്പാറിലെത്തി. തിരികെ 10:05 കഴിയുമ്പോഴത്തേക്കും ഈ വണ്ടി വീണ്ടും ആലുവയിലോട്ട് സർവീസ് നടത്തുകയാണ് പതിവ്. എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറഞ്ഞ പ്രദേശമാണിത്. വെസ്റ്റ് പൂപ്പാറ എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. പ്രധാനമായും ഏലം ആണ് ഈ മേഖലയിലെ പ്രധാന വരുമാന സ്രോതസ്സ്. ഏലം കൃഷിയുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗം നടത്തുന്ന ആളുകളാണ് ഈ പ്രദേശങ്ങളിൽ അധികവും. ബസ്സിൽ സിറ്റിങ്ങിനുള്ള ആൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വഴിയിൽ കൈ കാണിക്കുന്ന ആളുകളെല്ലാം കയറ്റിയാണ് ബസ് മുമ്പോട്ട് പോകുന്നത്. ഹൈറേഞ്ചിലോട്ട് വന്നാൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണെങ്കിലും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ സ്റ്റോപ്പിലും നിർത്തിയാണ് പോകാറുള്ളത്. പൂപ്പാറയിൽ നിന്നും അടിമാലിയിലേക്ക് എത്താൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് രാജാക്കാട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പൊന്മുടി, വെള്ളത്തുവൽ, കല്ലാർകുട്ടി വഴി അടിമാലിയിലോട്ടും, അല്ലെങ്കിൽ നേരെ കുഞ്ചിത്തണ്ണി, ആനച്ചാൽ വഴി അടിമാലിയിലോട്ടും. നമ്മൾ ഇന്ന് പോകുന്നത് കുഞ്ചിത്തണ്ണി, ആനച്ചാൽ വഴിയുള്ള വഴിയാണ്. ഹൈറേഞ്ച് റോഡുള്ള പഴയ ഒരു പാത കൂടിയാണിത്. മുരിക്കുംതൊട്ടി എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഈ മുകളിൽ കാണുന്ന മുരിക്കുംതൊട്ടി മരിയ ഗിരവത്തി പള്ളിയാണ്. ഹൈറേഞ്ചിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഒരുപാട് മനോഹരമായ പള്ളികൾ നമുക്ക് കാണാനാവും. കുരുവിള സിറ്റി എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തേക്കാട്ട് ജോസഫ് കുരുവിള കച്ചവടം നടത്തിയിരുന്ന സ്ഥലമാണ് പിന്നീട് കുരുവിള സിറ്റി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. പുതിയൽപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പഴയ പേര്. ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. നേരെ പോയാൽ ഖജനാപ്പാറ ബൈസൺമാലിയാണ്. ഓരോ സ്റ്റോപ്പിൽ നിന്നും ആളുകൾ കയറാനുണ്ട്. നമ്മൾ പുളപ്പറച്ചാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വണ്ടിയിൽ ആൾ കയറാനുണ്ട്. ഇത് രാജകുമാരി NSS കോളേജാണ്. ഈ മുകളിലായാണ് രാജകുമാരി NSS കോളേജ് ചെയ്യുന്നത്. ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്പീഡ് ഗവർണർ എന്ന സ്ഥാപിച്ചിട്ടുണ്ട്. പാലായിൽ നിന്ന് വരുന്ന ശക്തി ബസ്സാണ്.
പാലായിൽ നിന്ന് ശാന്തമ്പാറ വരെയാണ് ആ ബസ് സർവീസ് നടത്തുന്നത്. നമ്മൾ രാജകുമാരി പട്ടണത്തോട് അടുക്കുകയാണ്. ഇടതുവശത്തായി രാജകുമാരി പഴയ പള്ളിയും പിന്നീട് പുതുക്കിയ പള്ളിയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഹൈറേഞ്ചിലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളി പുതിയതായി പണിത് സന്ദർശകർക്ക് തുറന്നു കൊടുത്തത്. നമ്മൾ രാജകുമാരി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് രാജകുമാരി നോർത്തിലോട്ടുള്ള വഴിയാണ്. 10:20 നമ്മൾ രാജകുമാരി ടൗൺ പാസ് ചെയ്യുന്നത്. ഹൈറേഞ്ചിലെ വളർന്നു വരുന്ന പട്ടണങ്ങൾ ഒന്നുകൂടിയാണ് രാജകുമാരി. ഏലം തന്നെയാണ് പ്രധാന വരുമാന മാർഗം. ഒരുപാട് കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും വലിയ വളവുകളും കൊണ്ട് സജീവമാണ് ഈ ഒരു റൂട്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വഴിയായിരുന്നു ഇത്. ഏകദേശം 2017 ശേഷമാണ് ഈ റോഡുകളെല്ലാം ഇത്തരത്തിൽ ടാർ ചെയ്തിട്ടുള്ളത്. കാലപ്പഴക്കം കൊണ്ട് നന്നേ പഴകിയ റിട്ടയർ ആവാറായ ഒരു വാഹനമാണ് കോതമംഗലം ഡിപ്പോ ഈ സർവീസിനായി ഉപയോഗിക്കുന്നത്. ഹൈറേഞ്ചിലേക്കുള്ള മിക്ക ബസ്സുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇത്തരത്തിലുള്ള പഴയ പഴക്കം ചെന്ന കാലഹരണപ്പെടാറായ വാഹനങ്ങൾ ഹൈറേഞ്ചിലേക്കുള്ള സർവീസിൽ നിന്നും എന്നെ ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ NR സിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. NR രാഘവൻ കച്ചവടം ചെയ്തിരുന്ന സ്ഥലമാണ് പിന്നീട് NR സിറ്റി അറിയപ്പെടുന്നത്. ഈ മുകളിലോട്ട് കണ്ട വഴി വൈശാൻമാലിക്കും മറ്റും പോകാൻ കഴിയുന്ന റോഡാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ചതാണതും. മലയോര ഹൈവേയുടെ ഭാഗമായി ഒരുപാട് റോഡുകൾ ഹൈറേഞ്ചിൽ അങ്ങോളം ഇങ്ങോളം നവീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈറേഞ്ചിലെ മറ്റൊരു പട്ടണമായ രാജാക്കാട് എത്തിയിരിക്കുകയാണ്. രാജാക്കാട് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം കൂടിയാണ്. ഇവിടെയെല്ലാം വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. രാജാക്കാട് നിന്ന് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. രാജാക്കാട് നിന്ന് തിരിഞ്ഞ് പൊന്മുടി കല്ലാർകുട്ടി വഴിയാണ് സാധാരണ ബസ് പോകാറുള്ളത്. നമ്മൾ എന്നാൽ നേരെ അടിമാലിക്കാണ് പോകുന്നത്. അടിമാലി കുഞ്ചിത്തണ്ണി വഴിയാണ് അടിമാലി പോകുന്നത്. 2 മാർഗ്ഗങ്ങളാണുള്ളത്. നമുക്ക് മുമ്പേ വന്ന സേനാപതി ബസ് എത്തിയതേ ഉള്ളൂ. സേനാപതി ബസ് വെള്ളത്തൂർ വഴിയും നമ്മൾ കുഞ്ചിത്തണ്ണി വഴിയുമാണ് യാത്ര ചെയ്യുന്നത്. ഹൈറേഞ്ചിലെ ബസ്സുകളുടെ എല്ലാം പേര് രസകരമാണ്. രാജകുമാരി, സേനാപതി തുടങ്ങിയ സ്ഥലപ്പേരുകൾ തന്നെയാണ് ബസ്സുകൾക്ക് നൽകിയിട്ടുള്ളത്. രാജാക്കാട് ബസ് സ്റ്റാൻഡിലോട്ടാണ്. ചുറ്റും കണ്ടങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു പട്ടണമാണ് രാജാക്കാട്. വലിയ കണ്ടം എന്നായിരുന്നു ഈ പ്രദേശത്തിൻ്റെ പഴയ പേര് എന്ന് കേട്ടിട്ടുണ്ട്. സേനാപതി ബസ്സിനെ മറികടന്ന് നമ്മൾ മുമ്പോട്ട് എടുക്കുകയാണ്. പാലായിൽ നിന്നും ശാന്തമ്പാറ വഴി നെടുങ്കണ്ടത്തേക്ക് സർവീസ് നടത്തുന്ന ശക്തി ബസ്സാണിത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കുഞ്ചിത്തണ്ണി യാത്ര ആരംഭിക്കുകയാണ്. രാജാക്കാട് നിന്ന് ഒരുപാട് ആളുകൾ കയറാനുണ്ട്. ഏകദേശം 10:40 ആകുമ്പോഴത്തേക്കും നമ്മൾ രാജാക്കാട് പാസ് ചെയ്യുകയാണ്. ഈ മുകളിലായി കാണുന്നത് രാജാക്കാട് ഗവൺമെൻറ് സ്കൂളാണ്. വലിയ മുല്ലക്കാനം ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇടുക്കിയിലെ ചെറിയ കടകളുള്ള പ്രദേശങ്ങൾ പോലും ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നേരെയാണ് പഴയ വഴി. എന്നാൽ
അത് നവീകരണത്തിനായി അടച്ചിരിക്കുകയാണ്. പുതിയതായി നിർമ്മിച്ച ഒരു പാതയാണിത്. ഹൈറേഞ്ചിൽ അങ്ങോളം ഇങ്ങോളം പുതുതായി ഇത്തരത്തിലുള്ള ഒരുപാട് പാതകൾ കാണാം. അതായത് ഉണ്ടായിരുന്ന ചെറിയ വഴികൾ വികസിപ്പിച്ച് നല്ല രീതിയിൽ ടാർ ചെയ്ത് അരികളെല്ലാം കെട്ടി വൃത്തിയായി വെച്ചിരിക്കുകയാണ്. കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. വേഗത നന്നേ കുറച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടിയാണ് ഈ റൂട്ടിൽ വാഹനം ഓടിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ അത് വിളിച്ചു വരുത്തും. പരിചയക്കുറവ് മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ് അധികവും. ഇതുപോലെയുള്ള വലിയ യു വളവുകളും എസ് വളവുകളും ഈ റൂട്ടിൽ സർവ്വസാധാരണമാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് നേരെ പോയാൽ വൈസൻമാലി, ഗജരാപ്പാറ, ജോസ്ഗിരി എല്ലാമാണ്. നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ഇടത്തോട്ടാണ് പോകുന്നത്. ഈ റോഡുകളെല്ലാം മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ചവയാണ്. രാജാക്കാടിലേക്ക് അടിമാലിയിൽ നിന്ന് രാജാക്കാടിൻ്റെ സർവീസ് നടന്ന ഫാത്തിമ മാതാ ബസ്സാണത്. നമ്മൾ കൊച്ചുപ്പ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് പോയാലും ഈ പറഞ്ഞതുപോലെ കുരങ്ങുപാറ, ജോസ്ഗിരി എല്ലാമാണ്. വഴിയിൽ നിന്നെല്ലാം ആളുകൾ കയറാനുണ്ട്. ബസ് വീണ്ടും മെയിൻ റോഡിലേക്ക് തേക്കിൻകാലത്തേക്ക് എത്തുകയാണ്. ഈ ഒരു പാതയിൽ ഈ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് ജോലികൾ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റോഡ് ക്ലോസ് അടച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം മാത്രമാണ് ഈ റോഡ് നവീകരണം പൂർത്തിയാവാനായിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവനായി സഞ്ചാരയോഗ്യമാകും. ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫാൾസ് എല്ലാം ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. ഇവിടെ നിന്ന് താഴോട്ടുള്ള വഴിയാണിത്. ഈ ഒരു വളവ് നിവർത്തുന്നതിൻ്റെ വർക്കുകളാണ് കാണുന്നത്. മുമ്പിൽ വലിയൊരു എസ് വളവുണ്ട്. അത് നിവർത്തി പാറ പൊട്ടിച്ച് അതിലൂടെ വാഹനം കടത്തിവിടാനാണ് ശ്രമിക്കുന്നത്. കയറ്റവും ഇത്തരത്തിലുള്ള അപകടം പിടിച്ച വളവുകളും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് കാണാം, ആ പാറ തുറന്ന് ഈ റോഡ് നേരെയാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വളരെ മനോഹരമായി നമുക്ക് ഈ റോഡിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുമെന്ന് കരുതാം. പുഴയിലൊന്നും വലിയ വെള്ളവും ഇല്ല. ഈ ആറ്റിലാണ് ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. റിപ്പിൾ വാട്ടർഫാൾസ് ശ്രീനാരായണപുരം. നമ്മളങ്ങനെ രാജാക്കാട് പഞ്ചായത്തിനോട് വിട പറയുകയാണ്. മുമ്പിൽ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്വാഗതം ആശംസിക്കുന്ന ബോർഡ് കാണാം. റോഡ് വീണ്ടും നന്നായി തുടങ്ങിയിരിക്കുന്നു. എല്ലക്കല്ല് എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. കടയിൽ 2025 കലണ്ടർ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു വർഷം കൂടി കടന്നു പോകുന്നു. മുകളിലായി എല്ലക്കൽ പള്ളി കാണാം. ഇടുക്കിയുടെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ കുടുംബജൽ MLA-യുമായ മണിയാച്ചൻ്റെ എല്ലാം വീടുള്ള കുഞ്ചിത്തണ്ണി എന്ന പ്രദേശത്തേക്കാണ് നമ്മൾ എത്തുന്നത്. കുഞ്ചിത്തണ്ണി ഒരു കാർഷിക പട്ടണമാണ്. 11 മണിയായപ്പോഴാണ് കുഞ്ചിത്തണ്ണി എത്തുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ബസ്സിൽ കയറാനായിട്ടുണ്ട്. ദൂരെയായി 3-4 മലനിരകളും നമുക്ക് കാണാനായിട്ട് പറ്റും.
സ്വർണ്ണവിലാസിൽ നിന്ന് സർവീസ് നടത്തുന്ന അലൻ ബസ്സാണത്. ഈ താഴോട്ടുള്ള വഴി ബൈസൺ വാലിക്കാണ്. ഒരു വാഹനം തലകീഴായി മറിഞ്ഞ് കിടക്കുന്നത് കാണാം. അമിത വേഗമാണ് കാരണമെന്ന് തോന്നുന്നു. കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. പരിചയക്കുറവാകാം അപകട കാരണം. ഹൈറേഞ്ചിലേക്കുള്ള യാത്ര വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി പള്ളിവാസൽ പവർ ഹൗസിലേക്കുള്ളതാണ്. അതുവഴി ചിത്രപുരത്തേക്കും കണക്ട് ചെയ്ത് മൂന്നാറിലോട്ടും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. മുമ്പോട്ട് വലിയ കയറ്റങ്ങളും ഒപ്പം വലിയ കൊടും വളവുകളുമുള്ള വഴിയാണ്. ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഒരു കയറ്റമാണ് ആനച്ചാൽ കയറ്റം. ഹൈറേഞ്ചിലെ തന്നെ പുരാതനമായ റോഡുകളിൽ ഒന്നുകൂടിയാണിത്. അക്കാലത്ത് നിർമ്മിച്ച ഇത്തരം റോഡുകൾ നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വളരെ വേഗത കുറച്ചാണ് ഡ്രൈവർ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് അടിമാലിയിൽ നിന്ന് ബൈസൺവാലി മുട്ടുകാട് സർവീസ് നടന്ന റായൻ ബസ് കാണാം. കയറ്റം കയറി മുകളിലോട്ട് ചെന്നാൽ ആനച്ചാൽ പട്ടണമാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോയാൽ മൂന്നാറിലോട്ടാണ് എത്തുക. ടൂറിസം സാധ്യതകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു പട്ടണമാണ് ആനച്ചാൽ. ഏകദേശം 11:15 കൂടിയാണ് നമ്മൾ ആനച്ചാൽ എത്തിയിട്ടുള്ളത്. ആനച്ചാലിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി ഇടുക്കിയിലോട്ടും വലത്തോട്ട് അടിമാലിക്കുമാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ ചെങ്കുളം പവർ ഹൗസ് എല്ലാം നമുക്ക് കാണാം. ചെങ്കുളം ഡാമും ബോട്ടിങ്ങും എല്ലാം അവിടെ അവൈലബിളാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസോർട്ടുകളും സ്ഥാപനങ്ങളും ഈ ഒരു റോഡിൻ്റെ രണ്ട് വശങ്ങളിലായി നമുക്ക് കാണാനായിട്ട് പറ്റും. ജീപ്പ് സഹായികളും മറ്റും ഇവിടെ ഉണ്ട്. അടിമാലി സർവീസ് നടന്ന ഓർക്കിഡ് ബസ്സാണ്. മറ്റൊരു വലിയ വളവാണ്. പൂപ്പാറയിൽ നിന്നും കോതമംഗലം വരെ ഈ ബസ്സിന് യാത്ര ചെയ്യാനായിട്ട് 125 രൂപയാണ് ചിലവായിട്ടുള്ളത്. ആദ്യം പറയാൻ വിട്ടുപോയി. ഇതുപോലെയുള്ള ഒരുപാട് പുതിയ അഡ്വഞ്ചർ പാർക്കുകളും തീം പാർക്കുകളും മറ്റും ഈ ഒരു റോഡിൽ പുതിയതായി ആരംഭിച്ചിട്ടുണ്ട്. പുതിയതായി എല്ലാ കുറച്ച് വർഷങ്ങളായി തന്നെ ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ ഇവിടെ കാണാനും ഈ റൈഡ് ആസ്വദിക്കാനുമായി എത്തുന്നുണ്ട്. വണ്ടർ വാലി എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാ സ്റ്റോപ്പിൽ നിന്നും ആളുകൾ കയറാനുണ്ട്. അത്യാവശ്യം ആളുകളോടുകൂടിയാണ് യാത്ര. മിക്കവരും അടിമാലിയിലേക്കുള്ള യാത്രക്കാരാണ്. നമ്മൾ തോക്കുപാറ എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ സിറ്റി പട്ടണം എന്നൊക്കെ പറയുമ്പോൾ കാണുന്ന ആളുകൾക്ക് കൗതുകം തോന്നും. മൂന്നാറിലേക്കുള്ള ബസ്സാണ്. മുകളിലായി തോക്കുപാറ ചർച്ച് കാണാം.
വീണ്ടും മറ്റൊരു കൊടും വളവ് ആണ് മുമ്പിലുള്ളത്. പ്രാർത്ഥിച്ച് വളയ്ക്കാൻ മുമ്പിൽ തന്നെ കുരിശുപള്ളിയുമുണ്ട്. ഒരുപാട് സ്പൈസസ് പാർക്കുകളും ഈ റൂട്ടിൽ അങ്ങായി നമുക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാറിൻ്റെയും പരിസര പ്രദേശത്തെയും ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാം. അമ്പർശാൽ എന്ന് പറയുന്ന പ്രദേശമാണ്. അമ്പർശാലിൽ പുതിയ നിർമ്മിച്ച പാലമാണിത്. അവിടെയും ഒരു കുരിശുപള്ളി കാണാം. ബസ് അത്യാവശ്യം വേഗതയിലാണ് മുമ്പോട്ട് പോകുന്നത്. മൂന്നാറിലേക്കുള്ള KSRTC ബസ്സാണ്. കേരളത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും മൂന്നാറിലേക്ക് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇരുട്ടുകാനം എന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ദേശീയപാത 85 നമ്മൾ കിടക്കുന്നത്. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ മൂന്നാറാണ്, ഇടത്തോട്ട് അടിമാലിയും. കൊച്ചി മധുര ദേശീയപാതയുടെ ഭാഗമാണിത്. ഈ റൂട്ടിൽ കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. നല്ല ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ മൂന്നാറിൽ വരുമ്പോൾ നല്ല ബ്ലോക്കാണ്. ജോലികൾ നടക്കുന്നതുകൊണ്ട് തന്നെ പലയിടത്തും വണ്ടികൾ പിടിച്ചിടുകയും ബ്ലോക്കാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ റോഡ് ഒഴിവാക്കി മൂന്നാർ പോകാനുള്ള മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നേര്യമംഗലത്തിന് മുമ്പായി വലത്തോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് കല്ലാർകുട്ടി, അടിമാലി, വെള്ളത്തൂവൽ, രാജക്കാട്, പൂപ്പാറ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് എത്താം. കുറച്ച് ദൂരം കൂടുതൽ ഓടിയാലും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള റൂട്ട് കൂടിയാണത്. ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തീർന്ന് റോഡ് 1-2 വർഷങ്ങൾക്കുള്ളിൽ തുറന്നു കൊടുക്കുന്നതാണ്. അങ്ങനെ വന്നാൽ ഈ റോഡിലുള്ള യാത്ര കൂടുതൽ സുഗമമാവും. നിലവിൽ മൂന്നാറിൽ നിന്ന് ബോഡിമെട്ട് വരെയുള്ള പാത ഇരട്ടിപ്പിക്കലും പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതാണ് ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ തന്നെ മനോഹരമായ റോഡുകളൊന്നും കൂടിയാണത്. സിപ്പ് ലൈനാണ്. കൂമ്പമ്പാറ ഫാത്തിമാത പള്ളി മുകളിൽ കാണാം. താഴെയായി കൂമ്പമ്പാറ സ്കൂളുമുണ്ട്. പലയിടത്തും ചെറിയ ബ്ലോക്കുകളുണ്ട്. മൺതിട്ട ഇടിഞ്ഞ് വീഴാതെ സംരക്ഷണ ഭിത്തി കെട്ടുന്നു. നല്ല കാര്യമാണ്. കരഞ്ചിലെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ മണ്ണ് ഇടിഞ്ഞിട്ടുള്ള അപകടങ്ങളും റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നതും സർവ്വസാധാരണമാണ്. അത്തരത്തിലുള്ളവ ഇതുകൊണ്ട് നിർത്താനാണെന്ന് കരുതണം. നമ്മൾ അടിമാലി പട്ടണത്തിലേക്ക് തിരിയാണ്. രാജക്കാടിനുള്ള കൊച്ചിൻ ബസ്സാണത്. ഏകദേശം 11:30 കൂടിയാണ് നമ്മൾ അടിമാലി ടൗണിലേക്ക് എത്തുന്നത്. ഹൈറേഞ്ചിൻ്റെ കവാടമായ ഒരു പട്ടണമാണ് അടിമാലി. മൂന്നാറിൻ്റെ ഗേറ്റ്വേ എന്നൊക്കെ അടിമാലി പറയാറുണ്ട്. ഇവിടെ ഇടത്തു നിന്നാണ് നമ്മൾ പൊന്മുടി വഴിയാണെങ്കിൽ വരേണ്ടിയിരുന്നത്. അടിമാലി തൊടുപുഴ സർവീസ് നടത്തുന്ന സെൻറ്റ് മേരീസ് ബസ്സാണ്. സെൻറ്റ് മേരീസിനെ മറികടന്ന് നമ്മൾ സ്റ്റാൻഡിലേക്ക് ഇറക്കുകയാണ്. ഇവിടെ ഏകദേശം 10 മിനിറ്റ് ഹാൾട്ടുണ്ട്. ചായ കുടിക്കാനും ചെറിയ ഭക്ഷണം കഴിക്കുന്നവർക്കും ഇവിടെ നിന്ന് കഴിക്കാം. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്ന് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. പ്രൈവറ്റും KSRTCയും ഒരേ സ്റ്റാൻഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള യാത്ര മറ്റൊരു എപ്പിസോഡായി ഉടനെ നമ്മൾ ഇടുന്നതാണ്. ഇവിടെ നിന്ന് നേര്യമംഗലം വനത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. അത് പുറകെ തന്നെ ഒരു എപ്പിസോഡായി ചെയ്യാം. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.